സാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അതായത് സിവിൽ സർവീസിൽ നിന്ന് KASലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ സമയത്ത് സാർ ഈ നോട്ടുകളും പഠന സ്ട്രാറ്റജി പറഞ്ഞു, എങ്ങനെയാണ് സാറിൻ്റെ ഒരു നോട്ടുകളും മറ്റുമൊക്കെ എഴുതി സൂക്ഷിച്ചുകൊണ്ടിരുന്നത്? നോട്ട്സ് ഞാൻ ബേസിക്കലി ഫോക്കസ് ചെയ്തത് എല്ലാ ടോപ്പിക്കിനും ജസ്റ്റ് ഒരു ബേസിക് ബുക്ക് മാത്രം റെഫർ ചെയ്യും. ഇപ്പോൾ കേരള ഹിസ്റ്ററിക്ക് ആണെങ്കിലും എന്തിനാണെങ്കിലും ബേസിക് ഒരു ബുക്ക് മാത്രം റെഫർ ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ അറിയാം, ഒരു പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം എല്ലാ കണ്ടന്റും കിട്ടണമെന്നില്ല. ബാക്കി എക്സ്ട്രാ വന്ന കണ്ടന്റ് ഏതൊക്കെ സോഴ്സ് ചെയ്യാൻ സാധിക്കും, ആ ഒരു സോഴ്സിൽ ഞാൻ തന്നെ ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കി വയ്ക്കും. ആ നോട്ട് മാത്രം ഞാൻ പിന്നീട് റെഫർ ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ബേസിക്കലി ഫിസിക്കൽ നോട്ട്സ് ആണ് റെഫർ ചെയ്തിട്ടിരുന്നത്. എല്ലാം കേരള ഹിസ്റ്ററിക്ക് ഒരു ബുക്ക്, കേരള ജോഗ്രഫിക്ക് ബുക്ക്, അങ്ങനെ ഓരോ ബുക്ക് നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ട് നോട്ട്ബുക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ പരീക്ഷയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. എസ്പെഷ്യലി മെയിൻസ് ആവാൻ നേരത്ത് ഒരു പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കും. അപ്പോൾ സ്പീഡിൽ നമുക്ക് ആ പോയിന്റ് ഓർത്തിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആ പോയിന്റ് ഓർത്തിരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.